മുഖം കറുപ്പിച്ച് സംസാരിക്കില്ല. സഹോദരങ്ങളെ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ശാപം ഉമ്മയുടെ മുഖത്ത് നോക്കി തള്ളേ എന്ന് വിളിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും മനസ്സിൻ്റെ ഉറപ്പുമുള്ള മക്കളുണ്ടായി എന്നുള്ളതാണ് നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഒരു പക്ഷേ മഞ്ചേരിയിലൊരു വീടുണ്ട് അത്രേ. ആ വീടിന്റെ പുറത്തുകൂടി നിങ്ങൾ നടന്നു പോകുമ്പോൾ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത്രേ. ആ കരച്ചിലിനൊരു പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയോ? ആ വീട്ടില് ആകെ ഉണ്ടായിരുന്നത് ഒരു ഉമ്മയും ഒരു മകനുമാണ്. അങ്ങനെ മകൻ വളർന്ന് വലുതായി എന്തിനും പോന്ന തണ്ടും തടിയുള്ള ഒരു ആൺകുട്ടിയായി ഉമ്മ മകനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഭാര്യ വീട്ടിലേക്ക് വന്നു, ജീവിതം തുടങ്ങി. ഒരുപാട് നാള് കഴിഞ്ഞു. ഒരു ദിവസം ഈ ഭാര്യക്ക് ഒരു ആഗ്രഹം. എന്താണെന്നറിയോ? എനിക്ക് മാത്രം ഇരിക്കാൻ ഇവിടെ ഒരു കസേര വേണം, ഒരു ചൂരന്റെ കസേര. ആ കസേരയിൽ ഇവിടെ വേറെ ആരും ഇരിക്കാൻ പാടില്ല, ഞാൻ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കസേര ഇവിടെ വേണം. ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, ഈ വീട്ടില് എനിക്ക് മാത്രം ഇരിക്കാൻ ഒരു ചെയർ വേണം. ഭർത്താവ് ചോദിച്ചു, അതെന്താണ്ടി അങ്ങനെ? എനിക്കെന്താ വട്ടായോ? അതല്ല, എനിക്ക് അങ്ങനെ വേണം. എന്നായിക്കോട്ടെ, പ്രശ്നമില്ല, ഒരു കസേര വാങ്ങിച്ചാൽ അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കസേര വാങ്ങിക്കൊടുത്തു. സ്വാഭാവികമായിട്ടും കസേര വാങ്ങിയപ്പോൾ ആ കസേര കണ്ട ഉമ്മ അതിലിരിക്കാൻ തുടങ്ങി. ഉണ്ടാവുമല്ലോ, ദിവസവും ഈ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഇവള് തലയണ മന്ത്രത്തിലൂടെയും കുശുമ്പ് കുന്നായത്തിലൂടെയും ഈ ഉമ്മയ്ക്കെതിരെ പരാതി പറയാൻ തുടങ്ങി. സ്ഥിരമായിട്ട് ഇയാൾ വരുമ്പോൾ കേൾക്കുക, നിങ്ങളുടെ ഉമ്മാനെ കൊണ്ട് ഇടങ്ങേറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല, നിങ്ങൾ ഇന്നൊക്കെ വിൽക്കാൻ നടക്കാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ കുറിച്ച് കുശുമ്പ് കയറ്റി. ഒരു ദിവസം ഈ കുശുമ്പിങ്ങനെ അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ഇങ്ങനെ എത്തി നിൽക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ ഇങ്ങനെ ആ കസേരയിൽ ഇരുന്നിട്ട് എന്തോ വായിക്കുക അങ്ങനെ ചെയ്യാണ്. ഇയാള് ഗ്രിൽസ് തുറന്ന് ചാടി കയറി ഉമ്മാന്റെ വയറ്റത്തൊരൊറ്റ ചവിട്ടി. മഞ്ചേരിയിൽ നടന്ന സംഭവമാണ് അത്ര. ഗ്രില്ല് തുറന്ന് ചാടിക്കയറി ഉമ്മയുടെ വയറ്റത്തേക്ക് ഒരൊറ്റ ചവിട്ടി. എന്നിട്ട് ചോദിച്ചു, തള്ളേ, നിങ്ങൾക്ക് നാണല്ലേ? എന്റെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ ഇരുന്ന് കണ്ട് പുസ്തകം വായിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്, തള്ളേ എന്ന് ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഈ മനുഷ്യൻ ചോദിച്ചത്രേ. വയറ് പിടിച്ചുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു, മോനെ, എന്തൊരു ശക്തിയാണ്ടാ നിന്റെ കാലിന്, എന്തൊരു ശക്തിയാണടാ നിന്റെ കാലിന്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. ഏതൊരു വയറ്റിലാണോ അവൻ ചവിട്ടിയത്, ആ വയറ്റിലാണ് 25 വർഷം മുമ്പ് 10 മാസക്കാലം ചുരുണ്ട് കിടന്നത്. ആ വയറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതിനുശേഷം ജനിച്ചു വീണതിന് ശേഷം ആ ഉമ്മയുടെ കരങ്ങളും ആ ഉമ്മയുടെ ചുണ്ടുകളും ആ ഉമ്മയുടെ മാറിടവും ആ ഉമ്മയുടെ കണ്ണുനീരും നൽകിയ ചൂടേറ്റുകൊണ്ടാണ് അവൻ വളർന്നത്. പക്ഷേ ഒരു നിമിഷത്തിൽ വികാരം അവനെ കൈയടക്കിയപ്പോ, വികാരം അവന്റെ മനസ്സിനെ കീഴടക്കിയപ്പോ ഗ്രില്ല് തുറന്ന് ചാടിക്കയറി താൻ 10 മാസം കിടന്നിരുന്ന ഉമ്മയുടെ വയറ്റത്തേക്ക് ആഞ്ഞുചവിട്ട് ഡയലോഗ് പൊട്ടിക്കാൻ മാത്രമുള്ള മൃഗമായി മാറിയ മനുഷ്യൻ. അല്ലേ? ശാപം, 21-ാം നൂറ്റാണ്ടിന്റെ ശാപം. ഇത് മഞ്ചേരിയിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലുള്ള ഏതെങ്കിലും ഒരു യുവാവിന്റെ സംഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവാവിന്റെ സ്വഭാവമോ അല്ല, മറിച്ച് ആ യുവാവെന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിനെ പ്രതിനിധീകരിക്കുന്ന യുവത്വമാണ്, യുവത്വത്തിന്റെ പ്രതീകം. അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്കറിയാം എങ്ങനെയാണ് മക്കളെ പെരുമാറുന്നത്. രാത്രി വൈകി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാടാ നീ പോയത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായി നല്ല ഒരു മറുപടി തരാം. ഉമ്മ, എനിക്ക് ഇന്നതൊക്കെ ആവശ്യമുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് എന്ന് പറയാറുള്ള മക്കൾ വളരെ അപൂർവമായി മാറിയിരിക്കുന്നു. പിന്നെ നിനക്കെന്താ, ഞാൻ എവിടെങ്കിലും പോയാൽ എപ്പോഴും മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ തുടങ്ങിക്കോളൂ തള്ള, എവിടെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കോണ്ടി എന്ന് പറയുന്ന മക്കൾ ഭൂരിപക്ഷമാണ് ഇന്ന് സമുദായത്തിൽ, ഭൂരിപക്ഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്ന് ആ മനുഷ്യൻ കിടന്ന് അനുഭവിക്കുകയാണ്. അല്ലേ? മാതാപിതാക്കളോടുള്ള അക്രമത്തിന്റെ ശിക്ഷയുടെ ജീവിക്കുന്ന തെളിവായി മഞ്ചേരി പ്രദേശത്ത് ഇന്നും ആ മനുഷ്യൻ ജീവിക്കുന്നു.
എനിക്ക് ആ മനുഷ്യന്റെ വീടറിയില്ല, വ്യക്തിപരമായി അറിയില്ല. പക്ഷേ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നഖം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെട്ടിപ്പോയി. അതൊരു പഴുപ്പായി. ആദ്യം മുട്ടിന്റെ താഴെ നിന്ന് മുറിച്ചു കളയേണ്ടി വന്നു, പിന്നെ തൊടന്റെ അവിടുന്ന് മുറിച്ചു കളയേണ്ടി വന്നു, ഡയഫ്രം വരെ പഴുപ്പെത്തി. അതിന്റെ മുകളിലോട്ട് മുറിച്ചു കളഞ്ഞാലും മനുഷ്യൻ മരിച്ചു. അതിൻ്റെ മുകളിലോട്ട് പഴുപ്പ് കയറി ഇന്ന് യാചനയും വേദനയും അനുഭവിച്ച്, ഒരു ക്യാൻസറിനേക്കാൾ വേദന അനുഭവിച്ചുകൊണ്ട് വീടിന്റെ 4 മതിലുകൾക്കുള്ളിൽ ആ മനുഷ്യൻ ജീവിക്കാൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അല്ലേ, ഉമ്മയോടും വാപ്പയോടും അനാവശ്യമായി പെരുമാറിയാൽ പടച്ചതമ്പുരാൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ മുന്നേ ശിക്ഷ തരുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് മഞ്ചേരി പ്രദേശത്ത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? തിരിഞ്ഞു നോക്കി, വീടിന്റെ അകത്ത് പോയി ഇരുന്ന് മരുന്ന് വാങ്ങിച്ചെന്ന കഴിക്കൂല്ല. എന്നിട്ട് ആള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തുടങ്ങും വെറുതെ ചെരക്കാൻ. നമുക്ക് ഒരുപാട് വിഷമുണ്ടായി. പുള്ളിത്തറ്റത്തിന്റെ അറ്റം കടിച്ചു പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്തലങ്ങളിലേക്ക് ഒരു മഹാസങ്കടത്തിന്റെ സാഗരം കടിച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ചുക്കിച്ചുളിഞ്ഞ നിന്റെ ഉമ്മയുടെ കവിൽത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകിയ കണ്ണുനീരിന് നിന്റെ മുന്നിൽ വിലയില്ലെങ്കിലും ഒരു നാടിന് മുഴുവനും ചുട്ടുകരിക്കാൻ, മഹാസാഗരത്തിന്റെ കടൽ വെള്ളത്തെ മുഴുവനും മലിനീകൃതമാക്കാൻ അതിന് ശക്തിയുണ്ട്. അല്ലാഹുവിന്റെ പക്കൽ റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹു ഫീ സുഖ്തുൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പ്രീതി, ചുക്കിച്ചുളിഞ്ഞ് തുളിയുള്ള, എല്ലുകൾ ശോഷിച്ചു പോയ, കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവിക്ക് കേൾവിയില്ലാത്ത, ഇംഗ്ലീഷ് അറിയാത്ത, ഫിലോസഫി അറിയാത്ത, എക്കണോമിക്സ് അറിയാത്ത, ലോകത്തിന്റെ തുടിപ്പറിയാത്ത, ചുക്കിച്ചുളിഞ്ഞ സൗന്ദര്യമില്ലാത്ത, ശബ്ദമാധുരിയില്ലാത്ത നിന്റെ മാതാവിന്റെ കണ്ണുനീരിന് നിന്റെ മുന്നിൽ വിലയില്ലെങ്കിലും അതിന് വില ഒരു സ്ഥലത്തുണ്ട്. 7 ആകാശങ്ങൾക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തിന്റെ സ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, ആ റബ്ബിന്റെ മുന്നിൽ ആ ഉമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ യുവാക്കൾ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കണ്ടേ? നമ്മുടെ മക്കളെ ഖുർആനിന്റെ താളുകളൊന്നും